ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കണ്ട. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എന്റെ പേരെന്തായിരുന്നു? വെൽക്കം ടു മൈ ഇൻട്രോ കിട്ടുന്നില്ല. ഹായ് എവ്രിവൺ, ശിവാനി സോജൽ ഹിയർ ആൻഡ് വെൽക്കം ടു എ വെരി ഫ്രഷ് എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഹൂ നോസ് മീ ബെറ്റർ. ഇത് എന്റെ അമ്മ, ഇത് എന്റെ അമ്മുമ്മ. മമ്മി ഷോ ഹായ്. ഓക്കെ, സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒന്നല്ല ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ഓക്കെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ആദ്യം കൈ പൊക്കുന്ന ആൾക്ക് ആൻസർ ചെയ്യാം. ആ ആൻസർ തെറ്റാണെങ്കിൽ അടുത്ത ആൾക്ക് പാസ് ചെയ്യും. അവിടെയും തെറ്റാണെങ്കിൽ വീണ്ടും പാസ് ചെയ്യും. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരുന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ കാണുമ്പോൾ എനിക്ക് ലഡ്ഡു കഴിക്കാൻ തോന്നും. അതേതായിരുന്നു കാർട്ടൂൺ? ആദ്യം കൈ പൊക്കുന്ന ആൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഡോറ ബുജിയിൽ എവിടെയാ ലഡ്ഡു? മമ്മി ആൻസർ ചെയ്യൂ. ഡോറ ബുജിയ, ഡോറയുടെ പ്രയാണം. പാസോ? മമ്മി പറയാതെ മമ്മിക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. മമ്മി എന്തേ ഒന്ന് പറയണം. ലഡ്ഡു ഉള്ള കാർട്ടൂൺ, ലഡ്ഡു ഉള്ള കാർട്ടൂൺ. ഞാൻ ഓർമ്മയില്ല പറയുന്നേ. കാണുമ്പോ ലഡു, ഡോറയല്ലല്ലോ, ലഡു കഴിക്കാൻ തോന്നുന്നു. ലഡു വാങ്ങും, ലഡു വാങ്ങണം. എക്സിറ്റോ? എങ്ങോട്ട്? പുറത്തോട്ടോ? ഗെയിമിന്ന് പുറത്തോട്ടാ? മമ്മിക്ക് അറിയോ? ഇവിടെ അറിയില്ലല്ലോ. ഓക്കെ, ആൻസർ ഈസ് ഛോട്ടാ ഭീം. ഓക്കെ, അതിനെന്തിനാ എനിക്കാണോ കയ്യടി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് രണ്ടും രണ്ടുപേരും ആൻസർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോ ദീ എന്തിനാ മുന്നോട്ട് വരുന്നേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദീപന്റെ ഒരു ബിഹേവിയർ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ ബിഹേവിയർ ഏതാണ്? ഞാൻ ഉദ്ദേശിച്ചത് തന്നെ പറയണം, ആൻസർ തെറ്റായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ പറയണം. വീണ്ടും വീണ്ടും പറയുന്നത്. മമ്മീന്റെ ചാൻസ് ഓവർ. വാട്ട്സ് യുവർ ആൻസർ? ഒരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിന്നോട് പറയുന്നത്. അതല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അതല്ല, ഇതിന്റെ എല്ലാ കുറ്റങ്ങളും 1 by 1 പറയൂ. അയ്യോ, അതെല്ലാരും മമ്മി ക്വിറ്റ്. മമ്മിക്ക് വേറെ ഏതേ പറയണ്ടോ? ഓക്കെ, ദീ ചെറിയ പ്രശ്നത്തിനെയും വലുതാക്കി ഇമോഷണലി എടുത്ത് ബുദ്ധിപരമായി ചിന്തിക്കാതെ എല്ലാം ഡീൽ ചെയ്തത്. Am I right, മമ്മി? യെസ്. ആകെ 10 ക്വസ്റ്റ്യനിൽ 2 അറിയില്ല പറഞ്ഞാലേ. ഇനി മൂന്നാമത്തെ തേർഡ് ക്വസ്റ്റ്യൻ. എനിക്കൊരു വലിയ പ്രൈസ് മണി കിട്ടിയാൽ അത് വെച്ച് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഞാൻ ആ പ്രൈസ് മണി വെച്ച് ചെയ്യുന്ന 2 കാര്യങ്ങൾ. കൈ പൊക്കിയാലേ ഉത്തരം പറയാം. വലിയൊരു പ്രൈസ് മണി കിട്ടിയാൽ ഞാൻ അത് വെച്ചിട്ട് എന്തായിരിക്കും ചെയ്യാ? 2 things that I would do with the prize money. അങ്ങനെ പറയരുത്. കൈ പൊക്കി എവിടെയാ? ഒന്ന്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. കറക്റ്റ്. 0.5 മാർക്സ്. നീ അറിയോ? നിന്റെ ആഗ്രഹത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയ വീട് നീ ഉണ്ടാക്കും. കറക്റ്റ്. അങ്ങനെ 1 മാർക്ക് സ്കോർ ചെയ്ത് ദീപ മുന്നേറുകയാണ്. കൈയടിക്കൂ. വീട് നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യും, നല്ല കാര്യങ്ങളിൽ. ഓക്കെ, സോ the fourth question is, നാലാമത്തെ ക്വസ്റ്റ്യൻ. 2 qualities in my future husband. ഞാൻ എഴുതിയ 2 ക്വാളിറ്റി തന്നെ എനിക്ക് കിട്ടണം. അമ്മയ്ക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? 2 qualities in my future husband. ഇവിടെ കൈ പൊക്കിയിട്ടുണ്ട്. 2 എണ്ണം കിട്ടണം. കറക്റ്റ്. ഞാൻ എഴുതിയ 2 കിട്ടണം. വേസ്റ്റ് ആയിട്ട് മണി ചെലവാക്കുന്ന ആളെ ഇഷ്ടമല്ല. ഞാൻ എഴുതിയ 2-ല് ഇല്ല, അടുത്തെത്തി. ഒരു പോയിന്റിന്റെ അടുത്തെത്തി. രണ്ടാമത്തേത് കറക്റ്റ് പറഞ്ഞാലേ ഞാൻ തരും. സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒന്നും ഇഷ്ടമല്ല. കറക്റ്റ്. 0.5. ഓക്കെ, അതായത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആള്.
നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്. മമ്മിക്ക് ഇനി ചാൻസ്. ഒരു 0.5 ജീവിക്കുന്ന ആളായിരിക്കണം. അതൊക്കെ ശരിയാണ്, ബട്ട് അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പണം കൂടുതലായിട്ട് ചെലവാക്കരുത്, പാഴായി. അതിവിടെ പറഞ്ഞതാ. ഇവിടെ ഇനി അടുത്ത ഒരു പോയിന്റേ പറയാൻ പാടും. വേഗം പറയൂ. മാരേജിനൊന്നും വേണ്ടി അധികം ചെലവാക്കാതെ ഒരേ കാര്യത്തിന്റെ പല ഭാഗങ്ങൾ പറയാതെ ഹാർഡ് വർക്കിംഗ് ആളായിരിക്കണം. അതും ഒക്കെ ശരി തന്നെയാ, പക്ഷെ ഞാൻ അതല്ല എഴുതിയേ. മമ്മി പറയൂ. ഞാൻ പറയാം. നോ നോ നോ, ഇവിടെ മമ്മി പറയ്. മണി റിലേറ്റഡ് ആണ്. എഡ്യൂക്കേറ്റഡ് ആയ ആളായിരിക്കും. അതൊക്കെ ശരി തന്നെ, എവറിത്തിങ് ഇസ് കറക്റ്റ്, ബട്ട് ഞാൻ എഴുതിയതിലില്ല. ഇവിടെ പരസ്പരം അറിഞ്ഞ് മണി റിലേറ്റഡ് ആണ് പറയുമ്പോ മണി റിലേറ്റഡ് യാ, അപ്പൊ മമ്മീന്റെ ചാൻസസ് ഓവർ. അറിയൂ. ഇങ്ങനെ ഗഹനമായി ചിന്തിക്കാനൊന്നുമില്ല, വേഗം പറയൂ. ക്വിക്ക്. ഇൻകം കിട്ടുന്നതിന്റെ പകുതി ഷെയർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. മമ്മിക്ക് എന്തേ മണി റിലേറ്റഡ് പറയാനുണ്ടോ? അവനവൻ്റെ പൈസ മറ്റുള്ളവരെ ആവശ്യപ്പെടരുത്. സ്വന്തമായി പണം ഉണ്ടാക്കുക, അധ്വാനിച്ച്. കറക്റ്റ്, അത് ഏകദേശം കറക്റ്റാ. നിന്റെ cash ഇവിടെ പറഞ്ഞ അതൊന്നല്ല. ഇവിടെ കിട്ടി ഓൾറെഡി. Okay. അപ്പൊ അതായത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന, അതായത് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആൻഡ് വെൽ സെറ്റിൽഡ് ആയ ഒരു വ്യക്തി. ആളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെലവാക്കാം. ഹാർഡ് വർക്ക് ചെയ്യാൻ പൈസ. എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെലവാക്കാൻ ഞാൻ വർക്കിംഗ് ആണ്, ആവണം. റൈറ്റ് ദീപ, റൈറ്റ് മമ്മി? ഓക്കെ. 1.5 നോ. യാ, 1.5 and 0.5. അടുത്ത ചോദ്യം. നമ്മൾ ഗെയിമിന്റെ പകുതി ഇവിടെ കഴിയാൻ പോവുകയാണ്. ഞാൻ ഒരു അത്ലറ്റ് ആയിരുന്നെങ്കിൽ ഏത് സ്പോർട്സിൽ ഞാൻ അത്ലറ്റ് ആവാനാണ് ചൂസ് ചെയ്യാം? മമ്മി പറയൂ. റണ്ണിങ്. നോ. ബാഡ്മിന്റൺ. കറക്റ്റ്. മമ്മിക്ക് അറിയാലോ അല്ലേ? അങ്ങനെ 2.5 മാർക്സുമായി ദീപ മുന്നേറുകയാണ്. തൊട്ടു പിന്നിൽ മമ്മി 0.5 മാർക്സുമായിട്ട് മുന്നേറുന്നു. 6th ക്വസ്റ്റ്യൻ. എനിക്ക് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നതും ഇപ്പൊ ഇഷ്ടമില്ലാത്തതുമായ ഒരു പ്രവൃത്തി. എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല, പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. യെസ്. പാട്ട്. നോ. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇപ്പോ ചെയ്യാറില്ല, എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. കുക്കിംഗ്. മമ്മിക്ക് ചാൻസ് ഇല്ലാതെ മമ്മി കയറി പറയരുത്. ദിസ് ഇസ് ഫൗൾ. യു സേ. ഒന്നും അറിയില്ലേ? എന്താ കുട്ടി? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ അതല്ല എഴുതിയത്. അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ശരിയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി പറഞ്ഞോളൂ. മമ്മി 2 എണ്ണം പറഞ്ഞു. നമ്മളിപ്പോ ചെയ്യാറില്ല. അതെ, നമ്മളിപ്പോഴും അത് ചെയ്യാറില്ല, പണ്ട് ചെയ്തിരുന്നു, എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. യാ. ക്ലൂ വേണോ? ക്ലൂ ഇസ്, ആൻസർ കറക്റ്റ് പറയണം, ക്ലൂ കിട്ടുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നത്, പടക്കം വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ പടക്കം എന്ന് പറഞ്ഞു തരുമോ? അതുമായിട്ട് റിലേറ്റഡാ. പൂവിടുന്നത് ഓണത്തിന്. ജനറൽ ആയി പറയണം. ആഘോഷിക്കുന്നത്, ഫെസ്റ്റിവൽസ്. കറക്റ്റ്. ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നത്. ഞാൻ 2 ആൾക്കും കൂടി ക്ലൂ കൊടുത്തേ. എനിക്ക് എന്റെ ടൈം കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് 2 ആൾക്കും കൂടി ക്ലൂ തന്നത്. ഞാൻ ഇവിടെ ചെവിയിലല്ല പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അമ്മേന്റെ ഭാഗത്തേക്ക് കുറച്ച്
3.5 and half points. അപ്പൊ പണ്ട് എനിക്ക് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണത്തിന് പൂക്കളിടും, പുതിയ ഡ്രസ്സ് ഇടും, സദ്യയൊക്കെ കഴിക്കും. സദ്യ ഇപ്പൊ ഉണ്ട്, ബാക്കി വിശാലമായി വലിയ പൂക്കളിടുമായിരുന്നു. പടക്കം തീരെ പൊട്ടിക്കാറില്ല. പൂക്കൾ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പടക്കങ്ങൾ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. ആകെ ഇഷ്ടം ക്രിസ്മസിന് ട്രീ വെക്കുന്നതും സ്റ്റാർ വെക്കുന്നതും മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂ ഇയറിന് പൊട്ടിക്കാറുണ്ട്. അത് പിന്നെ ഒരു ആചാരം പോലെ ഇങ്ങനെ കൈമാറി വരുന്നതല്ല. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മമ്മിക്ക് ഒരു പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡു ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്? പറയൂ. യെസ് ഓർ നോ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നോ. കറക്റ്റ് ആൻസർ. 1.5 ആയോ? അല്ല, 2.5 അല്ലേ? ഞാൻ ഈ പോയിന്റ്സ് ഒന്നും നോട്ട് ചെയ്യുന്നില്ല. എന്താ ഒന്നും മൊഴിയാഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് കൈ പൊക്കണമായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ഓൾസോ വെരി സിമ്പിൾ. മമ്മിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് ബോഡിയിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ എന്റെ ശരീരത്തിൽ. പൊക്കി 2 കറക്റ്റ് പറയണം. മുടി വെട്ടാൻ ഇഷ്ടമല്ല. അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അത് കറക്റ്റ് ആൻസർ ആണ്, ബട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഇനി ഒരു ചാൻസും കൂടിയല്ലോ, ഒറ്റൊന്നേ പറയാൻ പാടൂ. കറക്റ്റ്. 0.5. മമ്മി സേ ഒരു 0.5 കൂടി ഉള്ള ബോഡിയിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് ചെവിയൊക്കെ തുളയ്ക്കുന്നു. കറക്റ്റ്. അപ്പൊ 2 points ഹിയർ. എത്രയായിരുന്നു? 4. ഓക്കെ, അങ്ങനെ മമ്മി കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. മമ്മിക്ക് കയ്യടി കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 50 ലക്ഷത്തിന്റെ അടുത്ത ചോദ്യം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ. നോ. മമ്മി സേ വഴുതന. നോ. യു സേ. ഈ ക്ലൂ തന്നാൽ ഞാൻ ഈ ക്ലൂ തന്നാൽ സിമ്പിൾ ആയിരിക്കും. യു സേ ഫാസ്റ്റ്. വെരി സിമ്പിൾ, വെരി ഹംപിൾ. മമ്മി ഊഹിക്കൂ. ഇറ്റ്സ് എ വെജിറ്റബിൾ. ആ വെജിറ്റബിൾ നമ്മൾ റീസെന്റ് കഴിച്ചിട്ടുണ്ട്. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഞാനത് കഴിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ സ്ലോട്ടിൽ കയറി ഉത്തരം പറയുന്നു. For the first time. കൂണല്ലേ? Correct answer. Mummy gets 2.5 points. Yeah, mushroom. 2.5. Yeah, 2.5. This is the last and final question. Ready ആണോ? ഇത് വളരെ സിമ്പിളാ. എല്ലാവരും ഉത്തരം പറയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? യെസ്. 5, 4. Correct. Yay! Violin. 5 ആയി. Oh, 5 points. Mummy got 2 points. 2.5 points. 2.5 points? Yeah. Okay. Half. She got 5 points and you got 2.5 points. Half. Okay, അപ്പോൾ രണ്ടുപേരും വളരെ വിജയകരമായി മത്സരിച്ചു. വിജയിക്ക് സമ്മാനമില്ല. This is Miss Shivani. Signing off. Shanda. Signing off. Deepa. Deepa ആര് പറയും? This is Deepa, this is Miss Shivani and this is Shanda signing off. Bye bye.